ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അബാസ് ടെക് വേൾഡ്. ഇപ്പോൾ ഏകദേശം ഒരു വർഷമായി വീഡിയോസ് ഒന്നും ഇടാണ്ടിരിക്കാൻ പറ്റാതുള്ളത്. അത് കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസും ബാക്കി ഉള്ള ഓൺലൈൻ കോഴ്സസൊക്കെ കാരണമാണ് എനിക്ക് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റാണ്ടിരുന്നത്. അപ്പോൾ ഗൈസ്, തുടക്കത്തിൽ തന്നെ അതിനെ ക്ഷമ ചോദിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സ്റ്റെക്നോഗ്രഫി എന്നുള്ളൊരു സംഭവമായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ സ്റ്റെക്നോഗ്രഫി എന്ന് പറഞ്ഞൊരു വേറൊന്നുമല്ല, ബേസിക്കായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഇമേജ് ഫയല്, അതിൻ്റെ ഉള്ളിലൊരു ടെക്സ്റ്റ് ഫയല് എംബഡ് ചെയ്ത് വെക്കും. പക്ഷെ എംബഡ് ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റ് ഒരു ഇമേജ് ഫയലായിട്ട് മാത്രമേ അത് കാണുമ്പോൾ തോന്നുള്ളൂ. അതിലൊരു ടെക്സ്റ്റ് ഫയൽ ഉണ്ടായിട്ട് നമുക്ക് തോന്നില്ല. പക്ഷെ അത് നമ്മൾ ചെയ്ത സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എക്സ്ട്രാക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൽ നിന്നൊരു ടെക്സ്റ്റ് ഫയൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനായി നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്നത് സ്റ്റെഗ്ഹൈഡ് എന്നുള്ളൊരു പ്രോഗ്രാമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്നാൽ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റെഗ്ഹൈഡ് ഇൻസ്റ്റാൾ ചെയ്യണം. പിന്നെ നമുക്കിതിന് വേണ്ടി ഒരു ഇമേജും വേണം. ഇമേജ് ഓൾറെഡി ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റെഗ്ഹൈഡ് ഇൻസ്റ്റാൾ ചെയ്യണം. അതിനായിട്ട് ടെർമിനൽ ഓപ്പൺ ചെയ്യണം. അതിനുമുമ്പ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് കാളി ലിനക്സ് എന്നൊരു സോഫ്റ്റ്വെയർ ആണ്. ഹാക്കേഴ്സും പെനട്രേഷൻ ടെസ്റ്റിങ്ങിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നൊരു OS ആണിത്. അപ്പോൾ ഇതിനുള്ളൊരു ടെർമിനലാണ് ഇപ്പോൾ ഓൺ ചെയ്തേക്കുന്നത്. ഞാനിത് OS ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നത് വെർച്വൽ ബോക്സ് വഴി റൺ ചെയ്തേക്കുന്നതാണ്, ഒരു വെർച്വൽ കമ്പ്യൂട്ടറായിട്ട്. അപ്പോൾ ആദ്യം അത് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയുള്ള കമാൻഡാണ് അടിക്കേണ്ടത്. apt install steghide, എന്നിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ അത് അതിൻ്റെ റെപ്പോസിറ്ററീസൊക്കെ എല്ലാം പാക്കേജസൊക്കെ ഇൻസ്റ്റാൾ ആയിക്കോളും. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തേക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ഏകദേശം ഒരു മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ എടുക്കുള്ളൂ. നെറ്റ്വർക്കിൻ്റെ സ്പീഡ് അനുസരിച്ച് അത് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഈ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റെഗ്ഹൈഡിൻ്റെ ഹെൽപ്പ് മെനു ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതിനായി സ്റ്റെഗ്ഹൈഡ് -help എന്ന് ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫുൾ കമാൻഡ്സിൻ്റെയും കീവേഡ്സിൻ്റെ ലിസ്റ്റ് വരും. നമുക്കിതിൻ്റെ ബേസിക് ആയിട്ടുള്ളൊരു കമാൻഡാണ് സ്റ്റെഗ്ഹൈഡ് embed -cf image file name -ef embedded file name. അപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടൊരു എംബഡ് ചെയ്യാനുള്ള കമാൻഡ്. അതുപോലെ തന്നെ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള കമാൻഡാണ് ഇത്. അപ്പോൾ ഫസ്റ്റ് നമ്മിനി ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് എംബഡ് ചെയ്യാനുള്ള ഒരു ടെക്സ്റ്റ് ഫയൽ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇതൊന്ന് ക്ലിയർ ചെയ്തേക്കാം. ക്ലിയർ. അപ്പോൾ ഇനി ആദ്യം നമ്മുടെ ഡെസ്ക്ടോപ്പ് ഡയറക്ടറിയിലേക്ക് വരുന്നതിന് വേണ്ടി CD സ്പേസ് ഡെസ്ക്ടോപ്പ്. പിന്നെ ഇതിനു വേണ്ടി ഒരു ടിപ്പാണ് ഞാൻ പറഞ്ഞിരുന്നത്. നമുക്കിപ്പോൾ ഏകദേശം ഒരു പകുതി വരെയുള്ള ഒരു വാക്ക് അടിക്കുകയാണെങ്കിൽ, ടാബ് അടിക്കുകയാണെങ്കിൽ ഓട്ടോ ഫില്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ചെയ്യുന്നതിനിടെ സ്പീഡായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് എൻ്റർ അടിച്ചതിന് ഇപ്പോൾ ഡെസ്ക്ടോപ്പിൻ്റെ ഡയറക്ടറിയാണ്. ജസ്റ്റ് ലിസ്റ്റ് ചെയ്തോ പ്രൊഫൈൽ LS അടിക്കുമ്പോൾ nature.jpg. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നമുക്കൊരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യണം. അതിനായി നാനോ എന്നിട്ടൊരു ടെക്സ്റ്റ് ഫയലിൻ്റെ ഒരു നെയിം അടിക്കുകയാണ്. text.txt എന്ത് പേരോടെങ്കിലും കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ഫയലിൻ്റെ മെനു ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി ഇവിടെയാണ് ഞാൻ അടിക്കുന്നത്. ജസ്റ്റ് എന്തെങ്കിലും ഒരു മെസ്സേജ് അയക്കുക. ഞാൻ ഇപ്പോൾ തൽക്കാലം ഹലോ ഗൈസ്, കീപ് സപ്പോർട്ടിങ്, കീപ്പിന് 2 E വേണം. കീപ് സപ്പോർട്ടിങ് മീ ബൈ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഒരു ജസ്റ്റ് ഒരു താങ്ക്സ് എന്നുള്ളൊരു മെസ്സേജ് മതി. അതിനുശേഷം Ctrl+X അടിക്കുകയാണെങ്കിൽ സേവ് ചെയ്യണമെന്ന് വയ്ക്കും. Y അടിച്ച് എൻ്റർ അടിച്ച് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാം നമ്മുടെ ടെക്സ്റ്റ് ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റെഗ്ഹൈഡിൻ്റെ ഹെൽപ്പ് മെനു ഒന്നുകൂടി എടുക്കുക. സ്റ്റെഗ്ഹൈഡ് -help അടിച്ചപ്പോൾ നമ്മൾ നേരത്തെ വന്ന സെയിം സാധനം വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എംബഡ് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ അതിനായി സ്റ്റെഗ്ഹൈഡ് embed -cf സ്പേസ് കറക്റ്റ് ഇതിൻ്റെ പേര് തന്നെ ടൈപ്പ് ചെയ്യണം. വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഇത് വർക്കൗട്ട് ആവില്ല. അപ്പോൾ nature.jpg സ്പേസ് -ef അതിനുശേഷം എംബഡ് ചെയ്യേണ്ട ടെക്സ്റ്റ് ഫയലിൻ്റെ നെയിം അടിക്കുക. TE
steghide.txt. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ ഒരു പാസ് ഫ്രേസ് അവർ ചോദിക്കും. അപ്പോൾ ഈ പാസ് ഫ്രേസാണ് നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഏകദേശം ഒരു കോമണായി ഉപയോഗിക്കുന്ന 1 2 3 4 എന്ന് ടൈപ്പ് ചെയ്യാൻ പോണേ. 1 2 3 4. നമുക്ക് പാസ് ഫ്രേസ് ആയതുകൊണ്ട് അത് ഇവിടെ കാണാൻ പറ്റില്ല. ഇനി എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ റീ എൻ്റർ വയ്ക്കും. ഫോണിലൊക്കെ സാധാ പാസ്വേഡും എന്തെങ്കിലും പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ റീ എൻ്റർ വയ്ക്കും. അതേപോലെ 1 2 3 4 എൻ്റർ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാം embedding text.txt in nature.jpg is done. അപ്പോൾ നമ്മുടെ ഈ nature.jpg എന്ന ഫയലിൽ ഈ ടെക്സ്റ്റ് ഫയൽ എംബെഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഈ text.txt എന്ന് പറഞ്ഞ ഫയൽ ഡിലീറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് ഈ nature.jpg എന്ന് പറഞ്ഞ ഫയൽ ഒന്ന് എക്സ്ട്രാക്ട് ചെയ്ത് നോക്കാം, നമുക്ക് ആ ഫയൽ തിരികെ കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ അതിനായി Steghide extract. അതിനായി ഇവിടെ നമുക്ക് കമാൻഡ് കാണാവുന്നതാണ്. അതിനുശേഷം -SF nature.jpg നമുക്ക് എൻ്റർ അടിക്കുക. അപ്പോൾ ഇവിടെ പാസ് ഫ്രേസ് നമ്മൾ എടുത്ത് ചോദിക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അടിച്ച 1 2 3 4 എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ ഗൈസ് കണ്ടില്ലേ, നമ്മുടെ ടെക്സ്റ്റ് ഫയൽ തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. നമുക്ക് കൃത്യമായിട്ടുള്ളൊരു ഐറ്റം കിട്ടിയിട്ടുണ്ട് റിസൾട്ട്. അപ്പോൾ ഇതാണ് ഏകദേശം ഒരു സ്റ്റെഗ്നോഗ്രഫിയുടെ ബേസിക്സ്. അപ്പോൾ ഗൈസ് എൻ്റെ ചാനലിൽ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഹൗ ടു ടേൺ അവർ കമ്പ്യൂട്ടർ ഓർ PC ഇൻറ്റു ജാർവിസ്. അത് ഏകദേശം 770 വ്യൂസ് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോയുടെ കാർഡ് ഞാൻ ഇവിടെ കൊടുക്കുക, പിന്നെ അതിൻ്റെ ഒരു ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അത് ആൾക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, എല്ലാവരും അത് കാണുക. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് അടിച്ച് പൊട്ടിച്ചേക്കണം ഗൈസ്. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല, അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ പരമാവധി എല്ലാ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ഞാൻ ഉറപ്പായും എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ചെറിയ ചെറിയ തടസ്സങ്ങളൊക്കെ കാരണം ക്ലാസ്സൊക്കെ ഓൺലൈനാണല്ലോ. പിന്നെ അതുകൂടാണ്ട് കുറച്ച് ഓൺലൈൻ കോഴ്സൊക്കെ ഉണ്ട്, ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൈം ഒരു പ്രശ്നമാണ്. അപ്പോൾ ഗൈസ് ഞാൻ പരമാവധി വീഡിയോസ് എല്ലാം ഇടുന്നതായിരിക്കും, കാരണം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ ഉറപ്പായും കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ അതിന് ഞാൻ റിപ്ലൈ നൽകുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ കീപ് സപ്പോർട്ടിങ് മീ. ഇറ്റ്സ് ആബിദ് ചെട്ടിതറ. വിൽ ബി ബാക്ക് സൂൺ. Tell me pretty lies, look me in the face, tell me that